السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، والحمد لله رب العالمين. പരിശുദ്ധ റമളാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുകൂല സാക്ഷിയായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിലാണ് നാം ഉള്ളത്. നമ്മെ സംവിധാനിച്ച, നമ്മെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന അള്ളാഹുവിനെ ഓർക്കാൻ നമുക്കൊക്കെ കഴിയണം. അവന് ദിക്ർ ചൊല്ലാൻ നമുക്ക് കഴിയണം. ദിക്റിൻ്റെ മാധുര്യം വളരെയേറെ പ്രതിഫലാർഹമാണ്. നിർബന്ധമായ ആരാധനകൾക്ക് പ്രത്യേക സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫർദ് നിസ്കാരത്തിന് 5 സമയങ്ങളിൽ നമുക്ക് സമയം നിർണയിച്ചു തന്നിരിക്കുകയാണ്. റമളാനിലെ നോമ്പ് വർഷത്തിലൊരിക്കലാണ്. ഹജ്ജ് ജീവിതകാലത്തിലൊരിക്കലാണ് നിർബന്ധമുള്ളത്. എന്നാൽ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിന് പ്രത്യേകമായ സമയമെന്നോ സന്ദർഭം എന്നോ ഒന്നും ഇല്ല. അത് ഉപാധികൾ പ്രത്യേകമായിട്ടില്ല. നമുക്ക് നിന്നാകാം, ഇരുന്നിട്ടാകാം, കിടന്നിട്ടാകാം, ഒളുവോടുകൂടിയാകാം, ഒളു ഇല്ലാതെയാകാം, രാത്രിയിലാകാം, പകലാകാം. ഈ നിലയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിന് പ്രത്യേകമായ സമയമില്ല. ത്വഅത്തിനെല്ലാം സമയ നിർണയമുള്ളതാ, ദിക്റിന് സമയം ഇന്നതില്ലെന്നില്ലതാ. അത് അധികമാക്കണമെന്നതാ വേണ്ടുന്നത്, അതിനാണ് റബ്ബ് തൃപ്തിയും കാണുന്നത്. മഹാനായ തഴവ് ഉസ്താദിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വഴിപ്പെടാൻ ഇത്ര സമയമെന്ന് നിർണയിച്ചത് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ദിക്ർ ചൊല്ലാൻ ഇത്ര സമയം, ഇത്ര മാസം, അല്ലെങ്കിൽ ഇന്ന ദിവസം എന്നില്ല. ഏത് സമയത്തും അള്ളാഹുവിന് ദിക്ർ ചൊല്ലാം. അള്ളാഹുവിനെ ഓർക്കുന്നതിന് പ്രത്യേകമായ സമയം ഇന്നതെന്ന് പ്രത്യേകമായി പറയുന്നില്ല. നാം ആലോചിക്കുക, മഹാന്മാരായ ധാരാളം ആളുകൾ, അവരെ വായ്മൊഴികൾ നമുക്ക് കാണാം. റിമെമ്പറൻസ് ഓഫ് ദ ഗോഡ് ഈസ് ദ പോളിഷ് ഫോർ ഹെഡ്. അതായത് ദൈവസ്മരണ ദൈവത്തെ എന്തു ചെയ്യുന്നു? ദൈവസ്മരണ ദൈവത്തെ ഓർക്കാൻ, അഥവാ നമ്മുടെ ഹൃദയത്തെ പോളിഷ് ചെയ്യുകയാണ്. നാഥനെ ഓർക്കുന്നതിന് നമ്മുടെ ഹൃദയത്തെ പോളിഷ് ചെയ്യുകയാണ് ദൈവസ്മരണ. അതുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവരുടെ സവിശേഷതകൾ അത് ധാരാളമുണ്ട്. ദിക്ർ ചൊല്ലുന്നതിന് വലിയ പ്രതിഫലമാണ്. എപ്പോഴും ദിക്ർ ചൊല്ലാൻ നമ്മുടെ നാവിൻ തുമ്പിലൂടെ ലാ യസാലു ലിസാനിക റത്ബൻ ബിദിക്രില്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് നമ്മുടെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കട്ടെ, അഥവാ ഉണങ്ങാതിരിക്കട്ടെ. എപ്പോഴും നാവ് നനഞ്ഞിരിക്കുക. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട്. അവന് ദിക്ർ ചൊല്ലൽ കൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും എന്ത് ചെയ്യണം? നല്ല നിലയിൽ നമ്മുടെ നാവ് നല്ല നിലയിൽ നനഞ്ഞുകൊണ്ടിരിക്കുക റബ്ബിനെ സ്മരിക്കൽ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വല ദിക്റുല്ലാഹി അക്ബർ. നമ്മൾ ദിക്ർ ചൊല്ലണം. അതാണ് ഏറ്റവും വലിയ. ദിക്ർ ചൊല്ലലാണ് ഏറ്റവും മഹത്തരമായ കാര്യമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദിക്ർ ചൊല്ലലാണ് ഏറ്റവും മഹത്തായ കാര്യം. അതുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ റബ്ബ് നമ്മയും ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഖുർആൻ ഓർമ്മപ്പെടുത്തുക അതങ്ങനെയാണ്. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാനും നിങ്ങളെ ഓർക്കും. ഖുർആൻ പറയും ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാനും നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എന്നോട് നിങ്ങൾ നന്ദി ചെയ്യുക, നന്ദികേട് നിങ്ങൾ കാണിക്കരുത്. അപ്പോൾ എന്നോട് നന്ദി ചെയ്യുക, നന്ദികേട് നിങ്ങൾ കാണിക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ അസന്നിഗ്ധമായി നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്.
ഖുർആൻ്റെ കൽപ്പന നാം ശിരസ വഹിക്കുക. അതുകൊണ്ട് റബ്ബിലേക്ക് കൂടുതലെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു പറഞ്ഞാട്ടെ, എന്നെക്കുറിച്ച് എൻ്റെ അടിമ ധരിക്കുന്നത് പോലെയാണ് ഞാൻ. എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്ത് ധരിക്കുന്നു അതാണ് ഞാൻ. എല്ലാത്തിനും പരിഹാരം റബ്ബാണ് എന്ന് നമ്മൾ ധരിച്ചാൽ ആ റബ്ബ് തന്നെ നമുക്ക് പരിഹാരം തരും. അവനെന്നെ എൻ്റെ അടിമ റബ്ബ് അള്ളാഹു തന്നെ പറയുന്നു, എൻ്റെ അടിമ എന്നെ ഓർത്താൽ ഞാനും അവനെ ഓർക്കും. അവനെന്നെ സംഘടിതമായി ഓർത്താൽ ഞാൻ അവനെ എന്ത് ചെയ്യുന്നു? നല്ല സംഘത്തിൽ മലക്കളോടൊപ്പം ഞാൻ അവനെ ഓർക്കും. പിന്നെ അവനെൻ്റെ അടുത്ത് ഒരു ചാൻ അടുത്താൽ ഒരു മുഴം ഞാൻ അവനുമായി അടുക്കുകയാണ്. അവൻ എന്നോടൊരു മുഴമെടുത്താൽ ഞാൻ അവനോട് ഒരു കൈ അടുക്കും. അവൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. എന്ന് വെച്ചാൽ അള്ളാഹു ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല, അത്രയധികം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അവൻ അടുക്കുമെന്നാണ്. അപ്പം അതിന് ഏറ്റവും വലിയ വഴി എന്താണ്? ദിക്ർ ചെല്ലലാണ്. അള്ളാഹുവിന് ദിക്ർ ചെല്ലുക. ആ ദിക്ർ വലിയ മഹത്വമായ ദിക്റാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഉദ്വി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. ഖുർആൻ പറഞ്ഞു, ഭയത്തോടെയും വിനയത്തോടെയും വാക്ക് എന്താണ് ഉച്ചത്തിലാക്കാതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്ർ ചൊല്ലുക. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അള്ളാഹുവിനെ ഓർക്കുന്നതിന് രാവെന്നോ പകലെന്നോ ഒന്നുമില്ല. അപ്പം പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ത് ചെയ്യുക? അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക. നീ എന്ത് ചെയ്യരുത്? വലാ തകും മിനൽ ഗാഫിലീൻ. നീ അശ്രദ്ധവാനാകരുത്. നിന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിയരുത്. നല്ല നിലയ്ക്ക് അള്ളാഹുവിനെ ഓർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ നിങ്ങൾ അള്ളാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലുക. അള്ളാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നിങ്ങൾ റബ്ബിനെ വല്ലാതെ പ്രശംസിക്കുക. അതെപ്പോഴാ? രാവിലെയും വൈകുന്നേരവുമൊക്കെ. അപ്പോൾ ഏറ്റവും നല്ല വിജയത്തിന് ഇതൊരു കാരണമാണ്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളാകാൻ വേണ്ടി എന്ത് ചെയ്യുക? ധാരാളം ദിക്ർ ചൊല്ലുക. അള്ളാഹുവിന് ദിക്ർ ചൊല്ലാൻ നമുക്ക് കഴിയണം. അങ്ങനെ റബ്ബിനെ ഓർത്ത് അള്ളാഹുവിന് ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ഉന്നതമായി വിജയത്തിലെത്താൻ പറ്റും. മഹാന്മാരങ്ങനെയല്ലേ? ദിക്ർ ചൊല്ലി 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 സർവസ്വവും അവർക്ക് അല്ലാ 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 എന്നൊരു ചിന്തയിലായി അവർ മാറുകയാണ്. ആ ഒരു ചിന്തയിലായി അവർ കഴിഞ്ഞുകൂടുമ്പോൾ സർവ്വതും എന്താണ്, ഏത് സമയത്ത് എങ്ങനെ തിരിഞ്ഞാലും ഒക്കെ അവരെ മനസ്സിൽ അല്ലാ 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 എന്നൊരു ചിന്ത മാത്രമാണ്. അപ്പം ആ നിലയ്ക്ക് നമുക്കും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന, റബ്ബിനെ ഓർക്കുന്ന ഒരു ഖൽബ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ പരിശുദ്ധ റമളാൻ റബ്ബിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു റമളാനായി മാറാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും പരിശ്രമിക്കുക. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും റബ്ബിലേക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിനെ ഓർക്കാൻ വസിയത്ത് നൽകി ആ ദിക്ർ ചൊല്ലുന്ന കാരണം കൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ, മരണാസന്ന വേള ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയുന്ന സൗഭാഗ്യരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.